പരീക്ഷന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത്ര വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ഇത്ര വലിയൊരു ദൈവപ്രവൃത്തിയാണ് നടന്നത്. ഇത്ര വലിയ വിശ്വാസത്തിന്റെ ഒരു വണ്ടറാണ് അവിടെ നടന്നത്. പക്ഷെ ഒത്തിരി പേരെന്താ പറഞ്ഞത്? പരീക്ഷന്മാരെന്ത് പറഞ്ഞു? ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട്, ബെൽസെബൂലിനെ കൊണ്ട് ഈ സൗഖ്യം കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ആ മുഖാന്തരം ഉപയോഗിച്ച് ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ, ദൈവരാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിപ്പിക്കുവാൻ, പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അവരുടെ നിരൂപണം, പരീക്ഷന്മാരുടെ ചിന്തകൾ നിരൂപണം അറിഞ്ഞ് അവൻ പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ, ഒരു രാജ്യം തന്നിൽ തന്നെ. അപ്പോൾ രണ്ട് രാജ്യങ്ങളെ കുറിച്ച് യേശു അങ്ങ് പറയുകയാണ്. വിശ്വാസം ദൈവരാജ്യത്തിന്റെ കറൻസിയാണ്. ഫെയ്ത്ത് ഈസ് ദ കറൻസി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ പ്രതിസന്ധി കാണുമ്പോൾ ദൈവത്തിന്റെ ഹിതത്തെ മനസ്സിലാക്കി ദൈവത്തിന്റെ പുത്രൻ, പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുക. ഇന്ന് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി രാജാവിന്റെ മനുഷ്യരായി ദൈവം നമ്മെ ഓരോരുത്തരെ ദൈവമാക്കി വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം ചെറുതാണെങ്കിൽ, വളരാത്ത വിശ്വാസമാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സ്തോത്രം, നമ്മുടെ വിശ്വാസം വളരണം.